ഡോക്ടർ പി ജെ വിൻസെന്റ്, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ അങ്ങിത് എങ്ങനെയാണ് കാണുന്നത്? പാർട്ടിയിലൊക്കെ വിഭാഗീയത ഉണ്ടാവാം, ചേരിതിരിഞ്ഞുള്ള പോരാട്ടങ്ങൾ, മത്സരങ്ങളൊക്കെ ഉണ്ടാവാം. വാശിയോടെയുള്ള മത്സരങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ വി എസിനെ പോലൊരു നേതാവ്, ഞാൻ അധികം അങ്ങയോട് വി എസിനെ വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. വി എസിനെ പോലൊരു നേതാവ്, ആ നേതാവിനെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് 2 യുവ നേതാക്കൾ പറഞ്ഞു എന്നാണ് ആരോപണം, ആക്ഷേപം. അതിൽ ഒരു യുവ നേതാവ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയെന്ന് ശ്രീ പിരപ്പൻകോട് മുരളി പറയുന്നു. ശ്രീ സുരേഷ് കുറുപ്പ് ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം പേര് എഴുതുന്നില്ല. പക്ഷെ 2 നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്, ഞാനല്ല എന്ന്. ഈ കൾച്ചറിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ഇപ്പോൾ വി എസ് വിമർശനത്തിന് അതീതനല്ല. വി എസ് ഒരു പെർഫെക്റ്റ് രാഷ്ട്രീയക്കാരൻ എന്ന് പറയാനാവില്ല. വി എസ് കേരളം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരി എന്ന് CPM-കാർ പോലും പറയില്ല. പക്ഷേ CPM ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു മുതിർന്ന നേതാവ്, ഈ പരിഗണന വെച്ചിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് വികൃത മുഖമാണോ CPM-ന്റെ? നമുക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആശയപരമായ ധാരയിൽ വ്യത്യസ്തമായ നിലപാടെടുക്കുന്നവർ പാർട്ടിക്കകത്ത് ഉണ്ടാവും. അത്തരത്തിൽ ഗ്രൂപ്പുകൾ സ്വാഭാവികമായി ഉണ്ടാവാറുണ്ട്. ഇത് എല്ലാ പാർട്ടികളിലും സാധാരണ കാണുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു സംഘടനാ രൂപത്തിനകത്ത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നിലപാടിലും പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉൾപാർട്ടി ചർച്ചയിലൂടെ, നിരന്തരമായ ഉൾപാർട്ടി ചർച്ചകളിലൂടെ പരിഹരിക്കുന്ന ഒരു രീതിയിലാണ് ആ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. ഇപ്പം വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമന്വിതനായ നേതാവാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളെ പാർട്ടി സംഘടനാ ചട്ടക്കൂടിനകത്ത് നിന്ന് പരിഹരിച്ചു. അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അത് ഉന്നയിക്കുവാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഒരു പാർട്ടി സംഘടന, ഒരു ജനകീയ പ്രസ്ഥാനം ആകുന്ന, ഒരു സാഗരമാകുന്ന മാർത്തട്ടിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഉയർന്നു വന്ന സാമൂഹ്യ പ്രശ്നത്തിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും സ്ത്രീ പ്രശ്നങ്ങളിലുമൊക്കെ നിരന്തരമായി ഇടപെട്ടുകൊണ്ട് കേരള മനസാക്ഷിക്ക് വേണ്ടി ഒരു സുനാമിയായി മാറാൻ വി എസിന് കഴിഞ്ഞത്. ഒരു നാണയത്തിന്റെ 2 വശം പോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വി എസ് അച്യുതാനന്ദനും. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തും ഇപ്പോൾ മരണപ്പെട്ടതിന് ശേഷവും നടക്കുന്ന ചർച്ചകളിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം വി എസ് അച്യുതാനന്ദനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് അസാധ്യമാണ്. ഒരു നാണയത്തിന്റെ 2 മുഖങ്ങളെ നമുക്ക് 2ആയിട്ട് മാറ്റാൻ സാധിക്കില്ല. അത് ഒന്നാണ്. അതുപോലെ അച്യുതാനന്ദൻ എന്ന വ്യക്തിയും അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനും അത് ഒറ്റ നാണയമായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനും വിശകലനം ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് അച്യുതാനന്ദനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഉപേക്ഷിക്കാം, അതല്ലെങ്കിൽ ഇതിഹാസ സമാനമായ ആ ജീവിതത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും നിങ്ങൾക്ക് ഒരുമിച്ച് സ്വീകരിക്കാം. ഇതല്ലാതെ ഒരു വിഭജനം അസാധ്യമാണ്. ഇതാണ് വി എസിന്റെ ജീവിതത്തെ നമ്മൾ അടുത്ത് നിന്ന് നിരീക്ഷിക്കുമ്പോൾ കിട്ടുന്ന വളരെ സുവ്യക്തമായ ഉത്തരം. പിന്നെ വിഭാഗത ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ചില അഭിപ്രായ പ്രകടനങ്ങൾ പലരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, ഒരു നിരീക്ഷകൻ, ഈ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നതിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഡോക്ടർ പി ജെ വിൻസെന്റ്, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം.